സുഖല്ലേ? സാധാരണ നമ്മൾ വീട്ടിൽ മുട്ട റോസ്റ്റ് റെഡിയാക്കാറുണ്ടല്ലേ? ഇന്ന് ഞാൻ എൻ്റെ സ്റ്റൈലിൽ മുട്ട റോസ്റ്റ് ആണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. നിങ്ങൾ ഇനി റെഡിയാക്കുമ്പോൾ ഇതുപോലെയും കൂടി ഒന്ന് റെഡിയാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 സവോള നീളനെ മുറിച്ചത്, 5 പച്ചമുളക് ഇട്ടിട്ട് എരിവിനനുസരിച്ച് ചേർത്തോളൂ. കുറച്ച് വേക്കില്ല. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കട്ടെ. ഇനി നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാം. സവാള സോഫ്റ്റായി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ പച്ചമണം ഒന്ന് പോട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോയതും പൊടികളൊക്കെ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. പൊടികളുടെ പച്ചമണം പോണവരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം പോയത് ഇതിലേക്ക് 2 തക്കാളി ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വിട്ടെടുക്കാം. 2 വിസിൽ വിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ കറി വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. വീഡിയോന് ഭംഗിക്ക് വേണ്ടിയാട്ടാ. നിങ്ങൾ ചെയ്യുമ്പോൾ ഫുൾ കുക്കറിൽ തന്നെ ചെയ്താൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മുകളിൽ കുറച്ച് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട മുറിച്ചിട്ടും ചേർക്കാം കേട്ടോ. മുട്ട ചേർത്തിട്ട് 1 മിനിറ്റിലും താഴെ ഒന്ന് തിളച്ചോട്ടെ. മുട്ട ചേർത്തിട്ട് 1 മിനിറ്റിലും താഴെ തിളപ്പിച്ചോട്ടാ. മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് സിമ്പിളായിട്ട് തന്നെയാണ് മുട്ട റോസ്റ്റ് റെഡിയാക്കുക. പക്ഷെ എല്ലാം കൂടി കുക്കറിലിട്ടടിക്കുമ്പോൾ അതിൽ സിമ്പിളാവും. നിങ്ങൾ ഇനി ട്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെല്ലാം വാട്ടി വരുമ്പോൾ സവോളയൊക്കെ അങ്ങനെ ഉണ്ടാവും. കുക്കറിൽ 2 വിസിൽ വിടുമ്പോൾ സവോളയിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.